രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ഒരുപാട് മെസ്സേജസ് വരാണ്. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോ എനിക്ക് നാട്ടിലെ ന്യൂസ് കുറച്ചുപേര് എനിക്ക് ഞാൻ അയച്ചു തന്നേക്കാണ്. അപ്പൊ ഞാൻ അത് ചെക്ക് ചെയ്തപ്പോ സത്യം പറഞ്ഞാൽ അതിൽ കാണിക്കുന്ന അത്രയും ഭീകരത ഒരു സിറ്റുവേഷൻസ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തില്ല. ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഓക്കെ ആണ്. അതുപോലെ തന്നെ ഇന്നലെ നൈറ്റ് ഒന്നിൽ കൂടുതൽ അലേർട്സ് എല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സേഫ്റ്റിയെ സംബന്ധിച്ച്. ഞാൻ ഇവിടെ വന്നിട്ട് ഇതെന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ എനിക്ക് ഉറക്കവും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കാതിരിക്കുക. കാരണം ഈ ന്യൂസ് ഒക്കെ കണ്ടിട്ട് വീട്ടിലുള്ളവരൊക്കെ പാനിക്കാവുകയാണ്. ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ അതോറിറ്റീസ് എന്ത് ഗൈഡ് ലൈൻസ് ആണോ നമ്മളോട് ഫോളോ ചെയ്യാൻ പറയുന്നത് അത് ഫോളോ ചെയ്ത് നമ്മൾ മാക്സിമം നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കും. മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്നും ഇതുപോലെ തന്നെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു എവിടാണ് എന്താണോ ഓക്കെ ആണോ കാര്യങ്ങൾ സേഫ് ആണോ. പക്ഷെ എനിക്ക് ഷോക്കായ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചിട്ട് പരിചയമുള്ള ടീംസ് തന്നെയാണ്. പക്ഷെ ഞാൻ കോണ്ടാക്ട് കീപ്പ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. എടാ നീ ഓക്കെ ആണോ, നീ സേഫ് ആണോ, ന്യൂസിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ കണ്ടു. സത്യം പറഞ്ഞ എന്താ പറയാ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നപ്പോ നമ്മളെ ഓർത്തല്ലോ ഞാൻ ഇവിടെ ആണ്, അവൾ ഓക്കെ ആയിരിക്കോ, അങ്ങനെ ചോദിച്ച് മെസ്സേജ് അയക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടല്ലോ. സോ ഫോളോ ദ ഗൈഡ് ലൈൻസ്, സ്റ്റേ സേഫ്.